നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂരിലെ ദുരന്തത്തിന്റെ കാരണം ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. പൻവേൽ കന്യാകുമാരി ദേശീയപാത 66ന്റെ ഭാഗമായ ഇവിടെ കുന്നു തുറന്ന് നടത്തിയ അശാസ്ത്രീയമായ റോഡ് വീതി കൂട്ടൽ മലയിടിച്ചിന് കാരണമായതാണ് റിപ്പോർട്ടിലുള്ളത്. ദുരന്ത കാരണം പഠിച്ച ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകുന്നത് ഇവിടെ തടയപ്പെട്ടതായി പഠനത്തിൽ കണ്ടെത്തി. കുന്നിന്റെ ഘടനയിൽ മാറ്റം വന്നു. കുന്നിൻ ചെരുവ് തുറന്നതിന്റെ മുകൾ ഭാഗം മണ്ണടിയുന്ന നിലയിലായിരുന്നു. ഇതിനൊപ്പം ചെറിയ സമയത്തിനിടെ പെയ്ത അതിശക്തമായ മഴയും കുന്നിടിച്ചിലിന് കാരണമായതായി പ്രാഥമിക പഠനത്തിൽ കണ്ടെത്തി. 503 മില്ലിമീറ്റർ മഴയാണ് കുറഞ്ഞ സമയത്തിനിടെ ഇവിടെ പെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാത വീതി കൂട്ടുന്നതിന് കുന്നു തുറന്നു നടത്തിയ പ്രവൃത്തി മണ്ണിടിച്ചിലിന് ഇടയാക്കിയതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. കൂടുതൽ നാശമുണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പ്രദേശത്ത് കൂടുതൽ നാശമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 16 രാവിലെ 8:30ഓടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. അർജുൻ ഉൾപ്പെടെ 10 പേർ ദുരന്തത്തിൽപ്പെട്ടതായാണ് കർണാടക സർക്കാരിന്റെ കണക്ക്. 8 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി. ഷിരൂരിൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് വീണ്ടും റോഡ് അടച്ചു. നീർച്ചാലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇന്നലെ ദൗത്യം അവസാനിപ്പിച്ചതിനു ശേഷം പാത തുറന്നുകൊടുത്തിരുന്നു. ഇവിടുത്തെ അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഉത്തര കന്നഡയിലെ ഷിരൂർ ദേശീയപാത ഏതാനും മണിക്കൂർ അവശ്യ സർവീസുകളുടെ ഗതാഗതത്തിനായി ഭാഗികമായി തുറന്നു നൽകിയിരുന്നു. വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ റോഡുകളുടെ സ്വകാര്യ വാഹനങ്ങളുടെ യാത്രാ വാഹനങ്ങളും കടത്തിവിടരുതെന്ന് ജില്ലാ ഭരണകൂടവും പോലീസും തീരുമാനിക്കുകയായിരുന്നു. ഷിരൂർ ഗ്രാമത്തിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ വൻ ഉരുൾപൊട്ടലിൽ ജൂലൈ 16 മുതൽ പെട്രോൾ, ഡീസൽ, LPG ഇന്ധനം കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഉൾപ്പെടെ 100 കണക്കിന് ചരക്ക് വാഹനങ്ങൾ പാതയുടെ ഇരുവശത്തും കുടുങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്ത് നിന്ന് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായിട്ടുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാകുന്നതുവരെ റോഡ് തുറക്കില്ലെന്ന് അങ്കോള MLA സതീഷ് സെയിൻ പോയ വാരം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും മംഗളൂരു, കാർവാർ, ഗോവ എന്നീ പ്രധാന തുറമുഖങ്ങളെ വടക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത അടിയന്തര സാഹചര്യത്തിലെങ്കിലും പ്രവർത്തിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്മേൽ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് പോലീസും പറയുന്നു. ജൂലൈ 24-നും 25-നും രാത്രി അവശ്യ വസ്തുക്കളടങ്ങുന്ന 800-ലധികം ട്രക്കുകൾ കടന്നുപോകാൻ അനുവദിച്ചതായി ഷിരൂരിലെ താൽക്കാലിക ചെക്ക് പോസ്റ്റുകളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സംസാരിച്ചതിനെ തുടർന്ന് തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുഴയിലെ മണ്ണ് നീക്കി ലോറി പുറത്തെടുക്കാൻ തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ സംഭവ സ്ഥലത്തെത്തിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.